വികാരം കൂടി കാനഡയിലെ ഒരു മലയാളി വികാരി അറസ്റ്റിലായി. അച്ഛനും ഒരു റിലേഷൻഷിപ്പ് പാലവും കിട്ടു ആന്റിയുമായിട്ട്. അടുത്ത വികാര ജീവി കുമാർ എന്ന ഇന്ത്യൻ പൂജാരിയാണ് 25 കിലോ കൊക്കൈനുമായിട്ട് അറസ്റ്റ് ചെയ്തു. വികാരം കൂടിയ ഒരു മലയാളി കത്തോലിക്ക വികാരിയെ കാനഡയിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ ഒരു പീഡനം. 60 വയസ്സുള്ള വികാരി 16 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. 30 വർഷമായിട്ട് കാനഡയിൽ തന്നെ പല പാരിഷിലുമാണ് സർവീസ് നടത്തുന്നത്. 1997 കേരളത്തിൽ നിന്ന് കാനഡയിലെ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി എത്തിയതാണ്. അറസ്റ്റ് നടന്നപ്പം തന്നെ സഭ എന്താണെങ്കിലും കൈയൊഴിഞ്ഞു. വികാരിയുടെ കാനഡയിലെ എല്ലാ ഡ്യൂട്ടികളും പൂട്ടിക്കെട്ടി. നാട്ടിലായിരുന്നെങ്കിൽ പൈസ ഇറക്കി സഹ പോലീസ് കേസൊക്കെ ഒതുക്കിയേനെ. നമ്മളൊക്കെ ഇത് കണ്ടുവരുന്നതാണല്ലോ. പിന്നെ വേണമെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ദൂരെ അങ്ങ് നോർത്തിലോട്ട് എവിടെങ്കിലും ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഈ ന്യൂസ് ഫോട്ടോ സഹിതം കാണാം. പലനാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും എന്നാണല്ലോ. ഇതെന്താണേലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. എത്ര പേരാണ് സത്യം പറയാൻ വേണ്ടി മുമ്പോട്ട് വരുന്നത്? വളരെ ചുരുക്കം ചിലരേ വരത്തുള്ളൂ. ഇനി അടുത്ത് കാനഡ പോലീസ് അറസ്റ്റ് ചെയ്ത വികാരജീവി 69 വയസ്സുള്ള കുമാർ എന്ന ഇന്ത്യൻ പൂജാരിയാണ്. അതും ബ്രാംപ്ടണിൽ 69 വയസ്സുള്ള കുമാർ എന്ന ഇന്ത്യൻ പൂജാരിയെയാണ് പൂജ നടത്താൻ പോയ വീട്ടിലെ സ്ത്രീയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അങ്ങനെ ആ പൂജാരിയുടെ കാര്യവും കട്ടപ്പുകയായി. ഇവിടെ ഭക്തിയുടെ മറവിലെ ആൾക്കാരൊക്കെ പെടുന്ന ഓരോ ട്രാപ്പുകൾ. നാട്ടിൽ അറിയാവുന്ന ഒരു ആന്റിയുടെ കുമ്പസാര രഹസ്യം വെച്ചാണ് പള്ളിയിൽ അച്ഛൻ നിരന്തരം ആന്റിയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ആന്റി വേറെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നുള്ള പാപമാണ് അച്ഛനെ ചെന്ന് അറിയിച്ചത്. അത് കേട്ടതോടുകൂടി അച്ഛനും ഒരു റിലേഷൻഷിപ്പ് പാലവും കിട്ടും ആന്റിയുമായിട്ട്. കുറെ നാള് സഹിച്ചു അച്ഛന്റെ ടോർച്ചർ. അവസാനം ആ പാവ ആന്റി സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ഈ സത്യങ്ങളൊക്കെ ആ പള്ളിയിൽ പലരും വിളിച്ചു പറഞ്ഞിട്ടും ഒത്തിരിയും പേര് ചെവി കൊള്ളാൻ തയ്യാറായിട്ടില്ല. ആ അച്ഛൻ തന്നെ വന്ന് ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് പ്രാർത്ഥിച്ച് ആന്റിയുടെ ആത്മാവിനെ യാത്രയാക്കി. ഇങ്ങനെ എത്രയോ ആന്റിമാരും അങ്കിളുമാരും കുഴിയിൽ വീണിട്ടുണ്ടാവും. എന്തൊരു വിധിയാണല്ലേ. ചില ആചാരങ്ങൾ തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യണം. എത്രയോ കന്യാസ്ത്രീകളാണ് ഒരു ബിഷപ്പ് പീഡിപ്പിച്ച കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സമരത്തിന് നിരത്തിലിറങ്ങിയത്. അവർക്ക് നീതി കിട്ടിയോ അവസാനം? ഇല്ല. കംപ്ലൈന്റ് പറഞ്ഞവരെ സഭ പുറത്താക്കി. ഇതാ അവസ്ഥ. സിസ്റ്റർ അഭയെ എത്ര നിസ്സാരമായിട്ടാണ് സഭയിലെ ഉന്നതന്മാര് കൊന്ന് കിണറ്റിൽ വലിച്ചെറിഞ്ഞത്. എന്നിട്ട് 28 വർഷം എടുത്തു അച്ഛനെയും കൊച്ചമ്മയും ഒക്കെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കിട്ടാൻ. മണിയും പവറും ഉണ്ടെങ്കിൽ എന്തും ആവാമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് ചാനലിൽ കണ്ട ന്യൂസാണ്. സ്ഥിരമായിട്ട് അൾത്താര ബാലന്മാരെ അബ്യൂസ് ചെയ്യുന്ന ഒരു 67കാരൻ വൈദികനെ ഈ ഈസ്റ്ററിന് എറണാകുളത്ത് അറസ്റ്റ് ചെയ്തു. സഭ പൈസ ഇറക്കിയത് കൊണ്ട് മെയിൻ ന്യൂസ് ചാനലൊന്നും ഇത് മിണ്ടാൻ പോലും പോയിട്ടില്ല. ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിയേണ്ടതായിട്ടുള്ള വസ്തുതകൾ ആവശ്യം. അതേപോലെ ഒരു വീട്ടിൽ ഓൾഡ് കപ്പിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന വൈദികന് അവിടെ ഉണ്ടായിരുന്ന 10 വയസ്സുകാരൻ കൊച്ചിനെ പീഡിപ്പിച്ചു പോയി. എന്തൊരു മാനസിക അവസ്ഥയാണോ ഇവന്മാരുടെ. കേരളത്തിൽ ഈ അടുത്താണല്ലോ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അമ്മ കൊണ്ടുചെന്ന 16 വയസ്സുകാരിയെ തന്ത്രി സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത്. ഈ കാര്യത്തിൽ പിന്നെ എല്ലാ മതവും കട്ടയ്ക്കാണ്. കേരളത്തിൽ തന്നെ എത്രയോ മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണ് ചൈൽഡ് അബ്യൂസിന് അറസ്റ്റിലായേക്കുന്നത്. ഭക്തിയുടെ മറവിൽ നടക്കുന്ന കോലാഹലങ്ങളൊന്നും ചില്ലറയാണ്. എല്ലാ മതപണ്ഡിതന്മാരും നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യന്മാരും. അവരും ഒരു ജോലി ചെയ്യുന്നു. അതിനുവേണ്ടി കുറെ പഠിച്ചു. അല്ലാതെ ദൈവം നേരിട്ട് നിയോഗിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ അത്. നമ്മൾ മനുഷ്യന്മാര് വേണം ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ. അമിത ബഹുമാനവും ഭക്തിയും ഒക്കെ മൂത്ത് ആൾക്കാർ ഒത്തിരി പേരാണ് പല പല ട്രാപ്പിൽ പെടുന്നത്. 24 മണിക്കൂർ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനിപ്പോ ആരുടെയും കൂട്ടു വേണ്ട. നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും നന്ദി രേഖപ്പെടുത്തലും എല്ലാം നേരിട്ട് പറയാം. ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല അതിന്. എനിക്കറിയാം ഒത്തിരി പേർക്ക് ഈ സത്യം അംഗീകരിക്കാൻ പാടായിരിക്കും. എന്നാലും കുറച്ചു പേരൊക്കെ കാണും ഈ പോളിസിയോട് യോജിക്കുന്നവർ. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ട്. ദൈവം നമ്മുടെ പ്രയർ എവിടുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പള്ളികളിലൊക്കെ ഒത്തിരി പദവികളുണ്ട്. ആ പദവിക്ക് വേണ്ടി തമ്മിൽ തല്ലും അടിപിടിയും ആയിരിക്കും അവിടുത്തെ കുഞ്ഞാടുകളെല്ലാം. ആൾക്കാർക്കൊക്കെ ഒരുതരം ഭ്രാന്താണെന്നേ. വന്ന് പള്ളിയിൽ നടക്കുന്നത് സോഷ്യലൈസിംഗ് ആണ്. ഗോസിപ്പിക്കും കുറച്ച് കുറ്റം പറച്ചിലും. നാട്ടിൽ ഓരോ വീട്ടില് പ്രാർത്ഥന നടത്തുന്ന ഒരു പതിവുണ്ടല്ലോ. വരുന്നവരുടെ ഉദ്ദേശം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നതല്ല. ആ വീട്ടുകാര് ബിരിയാണിയാണോ കൊടുക്കുന്നത് അതോ ചായയും പലഹാരമാണോ സെർവ് ചെയ്യുന്നത് എന്നതിലാണ് ക്യൂരിയോസിറ്റി. നേരത്തെ തന്നെ തീരുമാനിച്ച് എല്ലാ വീട്ടുകാരും ഒരേപോലെ സെർവ് ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നം മാറും. അവിടെ മണി പവർ ആണ്. മണി ഉള്ളവര് ബിരിയാണി സെർവ് ചെയ്യും, ഇല്ലാത്തവര് ടീ ആൻഡ് സ്നാക്സ് കൊടുക്കും. ശരിയല്ലേ? നിങ്ങൾ പറയും. പിന്നെ ഈ അടുത്തിടയ്ക്ക് കണ്ടതാണ് യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും അടിയോടടിയാണല്ലോ. പിന്നെ ഒരു കുഞ്ഞ് മരിച്ചിട്ട് അതിന്റെ ഡെഡ് ബോഡി അടക്കുന്നതിന്റെ ഇടയ്ക്ക് പോലീസും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും അടിയും ഭയങ്കര പ്രശ്നങ്ങൾ. പള്ളിക്ക് വേണ്ടി അടി, സെമിത്തേരിക്ക് വേണ്ടി അടി. ജീവിച്ചിരിക്കുമ്പോഴും സ്വസ്ഥത കൊടുക്കത്തില്ല, മരിച്ചാലും സ്വസ്ഥത കൊടുക്കാത്ത അവസ്ഥ. ഇനി ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാനഡയില് ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഗ്യാസ് സ്റ്റേഷൻ അവിടെ പെട്രോളിനകത്ത് വെള്ളം മിക്സ് ചെയ്ത് പോലും. അങ്ങനെ 10-20 വണ്ടികളാണ് കംപ്ലൈന്റ് ആയിട്ട്
തിരിച്ചു വന്ന് പറഞ്ഞത്. ഇത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മുതലാളി ഇറങ്ങി വന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല, ഇതേതോ അറിയാതെ പറ്റിയതാണ് എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ആൾക്കാര് അതൊന്നും വിശ്വസിക്കാൻ പോയിട്ടില്ല. പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് കേട്ടിട്ടുണ്ട്, പെട്രോളിനകത്തും വെള്ളം ചേർക്കാൻ തുടങ്ങി ഇവിടെ ഇന്ത്യക്കാർ. 25 കിലോ കൊക്കൈനുമായിട്ട് ഒരു 19-കാരിയെ ഹോങ്കോങ്ങിൽ അറസ്റ്റ് ചെയ്തു. പോലീസിന് ഇതുവരെ പിടിക്കാൻ പറ്റാത്ത ഒരു റാക്കറ്റിന്റെ ഇരയാണ് ആ കൊച്ച്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അറസ്റ്റിലായത്. ഇപ്പൊ ഹോങ്കോങ് ജയിലിൽ നിന്ന് മന്ത്ലി വൺസ് ഒരു ഫോൺ കോൾ, വെറും 10 മിനിറ്റത്തേക്ക്. അതാണ് ആ കൊച്ചും ഫാമിലിയും തമ്മിലുള്ള ഏകബന്ധം. ലാസ്റ്റ് ഇയർ കൊച്ചിൻ വീട്ടുകാരും പുതിയ ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇന്റർനാഷണൽ പാക്കേജ് ഷിപ്പർ എന്ന ജോലിയായിരുന്നു കൊച്ചിന് കിട്ടിയത്. ഒരു ട്രിപ്പിന് $5000 സാലറി ആയിട്ട് കിട്ടും, പിന്നെ ഫ്രീ ഫുഡും സ്റ്റേയും. ഇനി നമുക്കറിയാവുന്ന ഫ്രണ്ട്സിനെ ഈ ജോലിക്ക് റെഫർ ചെയ്ത് കൊടുത്താൽ ഒരു $300 എക്സ്ട്രാ കിട്ടും. അങ്ങനെ കഴിഞ്ഞ വർഷം 4 ടീനേജേഴ്സ് ആണ് കാനഡയിൽ നിന്ന് 100 കിലോ കൊക്കൈനുമായിട്ട് അറസ്റ്റിലായത്. ഈ ടീനേജേഴ്സ് ആരും തന്നെ അറിഞ്ഞില്ല എന്നാ പറയുന്നത് നമ്മൾ കടത്തുന്ന സാധനം ഇത്രയും മാരകമായ ഒരു ഡ്രഗ് ആണെന്ന്. ഹോങ്കോങ്ങിൽ ഈ ഡ്രഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. $200 പെർ ഗ്രാം കൊടുക്കണം. പോരാഞ്ഞ് ഡ്രഗ് ഒഫൻസിന് വലിയ ശിക്ഷ കിട്ടുന്ന ഒരു സ്ഥലവുമാണ് ഹോങ്കോങ്. ഇനി ഈ പിള്ളേർക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സ്യൂട്ട് കേസിൽ ഇവർ കടത്തിയത് ഈ മാരക ഡ്രഗ് ആണെന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഹോങ്കോങ് തടവറയിലായി പോകും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്കിനി വേറെ വ്ലോഗിൽ കാണാമേ. ബൈ.